അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. ظلمت سنة من أحيا الظلام إلى أن اشتقت قدما الضر من ورمي مولاي ألم دائما أبدا على حبيبك خير الخلق كلهم نبينا الأمير ناهي فلا أحد أبر في قولي لا منه ولا نعمي مولاي على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. വളരെ ബൃഹത്തായ മഹത്തായ ഈ ഒരു പരിപാടിയിൽ മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകിയ ആദരണീയരായ ഖത്തീബ് ഉസ്താദ് ഹാഷിം അസ്ലമി ഉസ്താദ് അവറുകൾ വളരെ മനോഹരമായ ഖിറാഅത്ത് കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കിയ അൽ ഹാഫിള് ഷാഫി വളരെ പ്രൗഢഗംഭീരമായ വാക്കുകളിലൂടെ സ്വാഗതം ആശംസിച്ച മുനവ്വർ അലി സനാഇ തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് നമ്മുടെ മഹത്തായ സമസ്ത എന്ന മുബാറക്കായ പ്രസ്ഥാനത്തെ മറ്റൊരു നാട്ടിൽ നിന്ന് അതിൻ്റെ വലിപ്പം നോക്കിക്കാണാൻ ഭാഗ്യമുണ്ടായ നമ്മുടെ മഹലിൻ്റെ ആദരണീയരായ പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി അവറുകൾ, അതേപോലെ തന്നെ ഹൃദയസ്പർശിയായ രീതിയിൽ മഹാനായ ശംസുൽ ഉലമയുടെ കറാമത്തിലൂടെ തൻ്റെ ജീവിതകഥ അല്ലെങ്കിൽ അനുഭവം ഇവിടെ പങ്കുവച്ച മഹലിൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി വട്ടോളി അബ്ദുൽ മജീദ് സാഹിബ് അവറുകൾ, അതേപോലെ തന്നെ ഇവിടെ വളരെ ആധികാരികമായി മഹാനായ ശംസുൽ ഉലമയുടെ ഈ നാടുമായിട്ടുള്ള ബന്ധം, ഈ നാടിനെ അനുഗ്രഹിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞ ആ ഒരു വല്ലാത്ത ഒരു വർത്താനം, ഇവിടെ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് നടമ്മൽ എന്ന ഈ പ്രദേശം അഥവാ ഈ പരിസരത്തെ ഏറ്റവും നല്ല ഒരു ഖറിയയായി, ഒരു ഗ്രാമമായി മാറുമെന്നതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ആ ഒരു കാര്യമൊക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന അബു സാഹിബ്, അതേപോലെ വേദിയിലുള്ള
മറ്റുസ്താദുമാര്, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, നവടമ്മൽ SKSF-ന്റെ കർമ്മോത്സുകരായ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, അനുഭാവികൾ, അപ്രകാരം തന്നെ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ കാരണക്കാരനായ ഞാനേറെ ആദരിക്കുന്ന എൻ്റെ അഭിമന്യ സുഹൃത്ത്, ഒരുമിച്ച് സേവനം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, മുനീർ ഉസ്താദ്. അതേപോലെ ഏറെ ആദരണീയരായ സദസ്സിലുള്ള ഉസ്താദന്മാര്, മുത്തഅല്ലിമീങ്ങൾ, അതേപോലെ തന്നെ പ്രിയങ്കരനായ റാഷിദിനൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. സഹോദര സഹോദരിമാര്, വിദ്യാർത്ഥിനികളെ, ആമുഖം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വളരെ പ്രൗഢഗംഭീരമായ അല്ലെങ്കിൽ കോരിത്തരിപ്പിക്കുന്ന ഒരു പ്രഭാഷണം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചിലപ്പോൾ ചില ആളുകൾ ഇരിക്കുന്നുണ്ടാവുക. ഞാൻ അവരോട് പറയുന്നത്, ഈ ഒരു സമയത്ത് ചില വിചാരപ്പെടലുകൾ അതിലേക്കാണ് ഞാൻ, അതായത് നമ്മൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ ആദ്യമേ പറയട്ടെ, സമയം 9:15. മഹാനായ തങ്ങളവറുകൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് തങ്ങളവറുകൾ. നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല നസീഹത്ത്, ഹൃദയഹാരിയായ മനസ്സിനെ തൊട്ടുണർത്തുന്ന വാഗ്ധോരണികൾ, അവിടുത്തെ അർത്ഥവത്തായ ദുആകൾ, അതൊക്കെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഒന്ന് പിച്ച് റെഡിയാക്കാന്ന് പറയല്ലോ, ആ ഒരു പണിയായിപ്പം ഞാൻ ചെയ്യുന്നത്. പായസം നന്നായാൽ പോരാ, പാത്രം നന്നാവണമല്ലോ. അപ്പൊ കൽബാകുന്ന, ഈമാനിന്റെ പാത്രമാകുന്ന കൽബ് മഹാനായ സയ്യിദ് അവറുകൾ ഈ വേദിയിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ പാകപ്പെടുത്തുക. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്തെന്ന് ചോദിച്ചാൽ, മഹാനായ ശംസുൽ ഉലമയെ പറയുക, കണ്ണിയത്ത് ഉസ്താദിനെ പറയുക എന്നത് തന്നെയാണ്. ഇത് പറയാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. മഹാന്മാരായ പ്രവാചകന്മാരെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ്. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ചെയ്ത ദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. മഹാനായ ശംസുൽ ഉലമയുടെ വലുപ്പം നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കേണ്ടത്, ഞാൻ ലക്ഷ്യം വെക്കേണ്ടത് എൻ്റെ പാപപങ്കിലമായ ജീവിതം ധന്യമാവണമെന്നാണ്. എൻ്റെ പാപപങ്കിലമായ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. മഹാനവറുകളെ കേൾക്കുന്നതിലൂടെ നിങ്ങളും അതാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചൊല്ലണേ. നബിയുനാ റസൂലുള്ളാഹി. മഹാനായ ശംസുൽ ഉലമയുടെ ആണ്ടിൽ നമ്മളിവിടെ നടത്തുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ ലക്ഷ്യം കൂടെ പറഞ്ഞു. ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്ന്. തീർച്ചയായും അത് സാധിക്കും. നമ്മളതുകൊണ്ട് തീരുമാനിച്ചാൽ അവന് നിയ്യത്ത് വെച്ചാൽ മതി. ബാക്കി അവിടുത്തെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ശംസുൽ ഉലമയുടെ ആണ്ട് നമ്മളിവിടെ നടത്തുന്നതിലൂടെ ശംസുൽ ഉലമയല്ല വലുതാവുന്നത്, നമ്മളാണ്. അഥവാ നമ്മളാണ് അനുഗ്രഹീതരാവുന്നത് മഹാനവറുകളുടെ മഹത്വം വാഴ്ത്തി പറയുന്നതിലൂടെ. അപ്പോൾ നമ്മളെ ഇവിടെ പല ആളുകളും സംസാരിച്ചു നമ്മുടെ നാട്ടിലെ മക്കളെ കുറിച്ച്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന യുവതലമുറയ്ക്കൊരു തിരുത്തായിട്ടൊരു മാതൃകയായ ഒരു ചൂണ്ടുപലക, അല്ലെങ്കിൽ ഒരു സൈൻ, ഒരടയാളം, ഒരു മാർഗദീപമായി ഇവിടുത്തെ പ്രത്യേകിച്ച് യുവാക്കള്, ടീനേജ് പ്രായത്തിലുള്ളവര് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എന്തൊരു സുഖമുണ്ട്.
എൻ്റെ മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളല്ലേ അത്. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. റോഡിൻ്റെ വശത്ത് ഇങ്ങനെ മഞ്ഞുകൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അത്യാവശ്യമൊക്കെ കസേര ഉണ്ട്. മഹാനായ തങ്ങൾ അവർ വരുന്ന സമയത്ത് നല്ലൊരു സദസ്സുണ്ടാവുക എന്നത്, അതിഥിയെ ആദരിക്കുക ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ചാണ്. നല്ല പ്രചോദനം അവർക്ക് നിങ്ങൾ കൊടുക്കണം. ഇവിടെ പറഞ്ഞു 100 പതാകകൾ ഉയർത്തിയെന്ന്. കാരണം മഹത്തായ പ്രസ്ഥാനത്തിന്റെ 100 വർഷം ഇവിടെ പിന്നിടുമ്പോൾ അതിന്റെ ആഘോഷ പരിപാടികൾ ഫെബ്രുവരി മാസത്തില് ദിവസങ്ങളായി കാസർഗോഡ് കുണിയ പ്രദേശത്ത് നടത്താനിരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള വിളംബര പരിപാടികളാണ്. അതുപോലെ തന്നെ നാടും നഗരവും ഗ്രാമങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് ആ 100ാം വാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടെ കളറാക്കുന്നതിന്റെ ഭാഗമായിട്ട് 100 പതാക ഇവിടെ ഉയർന്നു എന്ന് പറയുമ്പോൾ അതിലൊക്കെ വലിയ അർത്ഥമുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ മാന്യ സഹോദരങ്ങളോട്, SKSSFന്റെ കർമ്മോത്സുകരായ ധീരമുജാഹിദുകളായ എൻ്റെ യുവ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു കാര്യം കൂടെ അതിലേക്ക് ചെയ്യാൻ, അഥവാ ഇതിനോടനുബന്ധിച്ച് 100ാം വാർഷികവുമായി അതിനെ എല്ലാ കാലത്തും ഓർക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നല്ല കായ്ഫലമുള്ള 100 വൃക്ഷത്തൈകള് ഈ മഹല്ലില് സമസ്തയെ നട്ടുവളർത്തുക എന്ന് പറഞ്ഞല്ലോ. 100ാം വാർഷികത്തിന്റെ ഓർമ്മയുടെ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടാൻ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വാപ്പയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, മോനെ ഈ മരം 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മഹല്ലില് ഒരു 100 വൃക്ഷത്തൈ. കാരണം കൃഷിക്കത്രമേൽ പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രവാചകന്മാരൊക്കെയും കർഷകരായിരുന്നു. ഖുലഫാഉർ റാഷിദുകൾ കർഷകരായിരുന്നു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരേക്കും കർഷകനായിരുന്നു. ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള നാടുകളിൽ കൃഷിക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണങ്ങൾ ഉണ്ടായിരുന്നു. തടയണങ്ങൾ, അണക്കെട്ടുകളൊക്കെ വളരെ പ്രഗത്ഭമായ ചരിത്രപ്രസിദ്ധമായ അണക്കെട്ടുകളൊക്കെ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. തൊഴിലാളികളില്ലാത്ത പ്രദേശങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ മറ്റു നാടുകളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്തിട്ട് കൃഷി വളരെ സജീവമാക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കൃഷി ഒരു ഇബാദത്താണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു മരം നടുക എന്ന് പറഞ്ഞാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളിന്റെ മണിമുഴക്കം കേൾക്കുമ്പോഴും നിന്റെ കയ്യിൽ ഒരു വൃക്ഷത്തൈയുണ്ടെങ്കിൽ അത് നട്ടാൽ നിനക്ക് പ്രതിഫലമുണ്ടെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. അതേപോലെ തന്നെ എൻ്റെ മാന്യ സഹോദരങ്ങളോട്, SKSSFന്റെ പ്രവർത്തകരോട് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിലൂടെ ഈ നാടിന് കൊടുക്കുന്നത് വളർന്നു വരുന്ന യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് വലിയൊരു സന്ദേശമാണ്. മൊബൈലിന്റെ അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ മറ്റ് പലതരത്തിലുള്ള ലഹരിയുടെ ഒക്കെ പിടുത്തത്തിലേക്ക് വഴുതിപ്പോവാൻ സാധ്യതയുള്ള നമ്മുടെ മക്കൾക്ക് കൃഷിയുടെ ഒരു ബാലപാഠം എന്നോ അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്ന നിലക്ക് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ആ ഭാഗം ഞാൻ നീട്ടി പറയുന്നില്ല. ഏതായിരുന്നാലും നല്ല കാര്യങ്ങൾ, അഥവാ ഒന്നുകൂടെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക, നമ്മൾ പോക്കുക പറഞ്ഞ കാര്യം, ഈ പ്രദേശത്ത് ഏറ്റവും നല്ല കറിയ ഈ നാടാണ്, ഈ നടമ്മൽ പ്രദേശമാണ് എന്ന്. ഇത് തന്നെയല്ലേ മഹാനായ ശംസുൽ ഉലമയുടെ കറാമത്ത്. വർഷങ്ങൾക്കിപ്പുറം മഹാനവറുകൾ അനുസ്മരിക്കപ്പെടുന്നു. മഹാനവറുകളുടെ ആണ്ട് തുടർച്ചയായി നടത്തപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുന്നു. ആ മഹാമനുഷ്യ ദീർഘവീക്ഷണം ചെയ്ത ആ കാര്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ആമീൻ പറയട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം, എന്തോ അറിയില്ല, എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. യാദൃശികമാണ്, കഴിഞ്ഞ വർഷം മഹാനായ ശംസുൽ ഉലമയുടെ ആണ്ട് നടത്തുന്ന അല്ലെങ്കിൽ ആണ്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത്, കാസർഗോഡ് കമ്പാറി എന്ന പ്രദേശത്ത് സംസാരിക്കാൻ പോകാനുള്ള ഒരു അവസരമുണ്ട്. എൻ്റെ സുഹൃത്താണ്, അഥവാ ഇരിട്ടി മേഖലയിൽ കുറെ കാലം സേവനം ചെയ്ത ഉസ്താദാണ് അവിടെ ഉള്ളത്. എന്നോട് പറഞ്ഞു, ശംസുൽ ഉലമയുടെ ആണ്ട് എല്ലാ വർഷവും ഇവിടെ നടത്തപ്പെടുന്നു, നിങ്ങൾ വരണമെന്ന്.
ആ സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് വിളിക്കുന്നത്. ഒരുപാട് ദൂരമുണ്ട്, എങ്കിലും ശംസുൽ ഉലമയുടെ ആണ്ടല്ലേ, അതുമായി ബന്ധപ്പെട്ട പരിപാടിയല്ലേ, പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ എൻ്റെ ഭാര്യക്ക് ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ട് വല്ലാത്ത ഒരു പ്രയാസമാണ്. നടുവേദന വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു സാഹചര്യം. 1 വർഷം കിടപ്പിലായി. അവിടുന്ന് കുറച്ച് മാറ്റം വന്നു. പിന്നെയും ആദ്യത്തേതുപോലെ തന്നെയായി. ഒരുപാട് സ്ഥലത്ത് ചികിത്സിച്ചു. അവസാനം ബാംഗ്ലൂർ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനം. പക്ഷെ അതിന് അപ്പോയിൻമെന്റ് കിട്ടുന്നത് ഇതിൻ്റെ പിറ്റേത്തെ ദിവസമാണ്, അഥവാ ഈ രാത്രി തന്നെ, ഈ ദിവസം തന്നെ ബാംഗ്ലൂർ പോവുകയും വേണം. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ ശബ്ദം അവളിവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഉള്ള കാര്യമാ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്തായാലും ശംസുൽ ഉലമയുടെ ആണ്ടിനാണ് പോകുന്നത്, നിനക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. അങ്ങനെ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ അവളെ ബാംഗ്ലൂരേക്ക് അയച്ചു. ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന്, പേരാവൂരിൽ നിന്ന് കണ്ണൂരേക്ക് ട്രെയിനിന് പോയി, അവിടെ നിന്ന് കാസർഗോഡേക്ക് പോയി. പരിപാടി കഴിഞ്ഞ് എന്നെ മംഗലാപുരത്ത്, അവിടുന്ന് സഹോദരങ്ങൾ മംഗലാപുരത്തേക്ക് വിടുകയാണ്. അവിടെ നിന്ന് ബാംഗ്ലൂർ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ മഹാനായ ശംസുൽ ഉലമയുടെ ആണ്ട് നടത്തുന്ന ആ മഹല്ലില് ഒരു ക്ഷണം കിട്ടിയതല്ലേ, ആ സദസ്സിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനും കൂടെ ഒരു അവസരം കിട്ടുകയല്ലേ എന്ന നിലക്ക് ഞാൻ പോയതാണ്. പിറ്റേന്ന് നിംഹാംസ് ഹോസ്പിറ്റൽ, അഥവാ ഏഷ്യയിലെ നമ്പർ 1, നമ്മളെ പൊതുവിലെ നടുവേദനയൊക്കെ വരുമ്പോൾ എല്ലിൻ്റെ ഡോക്ടറെയാണ് ആദ്യം കാണാൻ പോവുക. എല്ലാം എല്ലല്ല, മിക്കവാറും ഞരമ്പുമായി ബന്ധപ്പെട്ടതായിരിക്കും. സാന്ദർഭികമായിട്ട് പറയാണ്, അതിനൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലമാണത്. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, സ്കാനിങ് വെച്ചിട്ട്, കാരണം ഈ കൂട്ടത്തിൽ പറയേണ്ടത് കമ്പാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം. 996 മഹാനായ ശംസുൽ ഉലമ വഫാത്തായതിന്റെ പിറ്റേത്തെ വർഷം മുതലേ ആ നാട്ടുകാരൊന്നടങ്കം നമുക്ക് റബീഉൽ അവ്വൽ പോലെ, നമുക്ക് പെരുന്നാൾ പോലെ, നമുക്ക് മഹല്ലിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന എന്തൊരു പരിപാടിയുണ്ടോ എന്നതുപോലെ ആബാലവൃദ്ധം ജനങ്ങളെ 10-30 വർഷക്കാലത്തോളമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു സുഹൃതമാണ്, ഒരു സബര്യായി, അതൊരു ഉത്തരവാദിത്തമായി നിർവഹിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു കൊച്ചു പ്രദേശം, കുറഞ്ഞ വീടുകൾ, ഒരു 250 വീടെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെയുള്ള എല്ലാ ആളുകളും ആ പരിപാടിയിലേക്ക് വരും. ഞാൻ അവിടെ നിന്നും പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ വന്നത് മഹാനായ ശംസുൽ ഉലമയുടെ പേരിലുള്ള ഈ പരിപാടിയിൽ ദുആ ചെയ്താൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകും, ഒരു അത്ഭുതമുണ്ടാകും എന്ന നിലക്കാണ്. പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞു, സ്കാൻ വെച്ച് നോക്കുമ്പോൾ ഏത് സമയത്തും ഓപ്പറേഷൻ ചെയ്യണം. നടുവിൻ്റെ ഓപ്പറേഷൻ ആകുമ്പോൾ അതിൻ്റെതായ സങ്കീർണത ഉണ്ടാവുമല്ലോ. പക്ഷേ പ്രസന്റ് സ്റ്റാറ്റസ് വെച്ച് നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന്. മാഷാ അല്ലാഹ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മഹാനവറുകളുടെ ആ ഒരു കറാമത്തായിരിക്കാം അത്. ഇപ്പൊ 1 വർഷത്തോളമായി അൽഹംദുലില്ലാഹ്. ആ 1 വർഷം തികയുമ്പോഴാണ് മറ്റൊരു ആണ്ടിന് അല്ലെങ്കിൽ അനുസ്മരണത്തിന് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. ഞാൻ എവിടെ പോകുമ്പോഴും, ഇന്ന് രാവിലെ 8ാം ക്ലാസ് മദ്രസയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന 100-ലധികം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമുള്ള മേപ്പാടി മദ്രസയിൽ, മേപ്പാടി മഹലിലെ ടൗൺ മദ്രസയിൽ പരിപാടി ഉണ്ടായിരുന്നു. 1 മാസക്കാലമായി ഒരു പരിപാടിക്കും അങ്ങനെ പോകാറില്ല, ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട്. പക്ഷെ ആ പരിപാടി പല പ്രാവശ്യം അവർ വിളിച്ചത് കൊണ്ട് ആദ്യമായിട്ട് ഈ 1 മാസത്തിൻ്റെ ഇടയിൽ ഒരു പരിപാടിക്ക് പോയി. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ പോകുമ്പോൾ മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ യാസീൻ നേർച്ചയാക്കിയിട്ടാണ് ഞാൻ പോയത്. അൽഹംദുലില്ലാഹ്. എൻ്റെ വലുപ്പമല്ല പറയുന്നത്, അവിടെയുള്ള ആ ക്ലാസ്സിൽ പങ്കെടുത്ത മുതിർന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ, രക്ഷിതാക്കൾക്കൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു. വലുപ്പത്തരം പറയല്ല ഞാൻ, മഹാനായ ശംസുൽ ഉലമയുടെ വലുപ്പത്തരാണ് ഞാൻ പറയുന്നത്. ഞാനും ഭാര്യ ഇപ്പം ഇങ്ങോട്ട് ഒരുമിച്ച് വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ യാസീൻ നമുക്ക് നേർച്ചയാക്കിയിട്ടോ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാനിവിടെ നമ്മുടെ ജീവിതത്തിലേക്ക്
ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലേ എൻ്റെ നാട്ടില് മുജീബ്, നമ്മുടെ വിക്കായുടെയൊക്കെ വളരെ കർമ്മോത്സുകനായ ഒരു പ്രവർത്തകനാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിറഞ്ഞതിൽ ഒരു നിറസാന്നിധ്യമാണ് ജില്ലയിലെ. എൻ്റെ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു മോനാണ്. അവന് ഒരു വർഷം മുമ്പോ 2 വർഷം മുമ്പോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത ഒരു ദിവസവും കടന്നുപോയിട്ടില്ല. 10-15 വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, KSEBയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഉസ്താദൊന്നുമല്ല. ആ ഒരു ഹൃദയബന്ധം അള്ളാന്റെ തൗഫീഖോടുകൂടെ മഹല്ലിൽ നല്ല അംഗീകാരം തന്നെയാണ് ആ പ്രദേശത്ത് ആ ചെറുപ്പക്കാരന്. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു സംഘാടകനായതുകൊണ്ട് മാത്രമല്ല, മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ നിത്യമായിട്ട് ഫാത്തിഹ ഓതുന്ന ആളാണ്. എപ്പോഴും അവർക്കൊരു ഫാത്തിഹ ഓതുകിൽ അവരെ ദുആയും ബറക്കത്തും എത്തുമേ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരായിരുന്നു മഹാനായ ശംസുൽ ഉലമ. ഇത് പറയുമ്പോൾ എപ്പോഴാണ് ശംസുൽ ഉലമയുടെ വിയോഗമുണ്ടായത്? നമുക്കറിയാം, റബീഉൽ ആഖിർ മാസത്തിലാണ്. റബീഉൽ ആഖിർ 4-നാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ റബീഉൽ ആഖിറിന്റെ പ്രത്യേകത? കഴിഞ്ഞ മാസത്തെ പ്രത്യേകത എന്താ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ വിയോഗം കൊണ്ട്, വഫാത്ത് കൊണ്ട് ശ്രദ്ധേയമായ മാസമാണ്. ആ മാസത്തിലാണ് പടച്ച തമ്പുരാൻ ഒരുപാട് ആളുകളെ അവനിലേക്ക് തിരിച്ചു വിളിച്ചത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോ, അഥവാ പണ്ട് കാലങ്ങളിൽ ഒരാള് പെണ്ണ് കാണാൻ വരുമ്പോ ബന്ധപ്പെട്ടവർ അന്വേഷിച്ചത്, പെണ്ണിന് ഖുർആൻ ഓതാൻ അറിയാമോ, മുഹീദ്ദീൻ മാല ചൊല്ലാൻ അറിയാമോ? ഖുർആൻ ഓതാൻ അറിയാം, മുഹീദ്ദീൻ മാല ചൊല്ലാൻ അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് കൂടുതലായിട്ടൊരു ചോദ്യമില്ല. അള്ളാന്റെ ദീനുമായി ബന്ധമുള്ള ആളാണ്, മഹാന്മാരോട് ആദരവുള്ള ആളാണ് എന്ന നിലക്ക് ആ പെൺകുട്ടിക്ക് ഒരു അംഗീകാരം കൊടുക്കുകയാണ്. ആ കല്യാണം തീരുമാനമാവുകയാണ്. കളവ് പറയല്ല എന്നും ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ. ഈ വരികൾ എല്ലാവർക്കും സുപരിചിതമാണ്. ശൈഖ് ജീലാനി തങ്ങളോട് അത്യുന്നതമായ പടവുകൾ കയറിയ സമയത്ത്, അഥവാ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത്, ആരോ അദ്ദേഹം മഹാനവറുകളോട് ചോദിച്ചു, അങ്ങയുടെ ഉയർച്ചയുടെ, വളർച്ചയുടെ, പുരോഗതിയുടെ നിദാനമെന്ത്, കാരണമെന്ത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മയാണ്, എൻ്റെ സത്യസന്ധതയാണ്, അതിനെ നിന്നെ പ്രേരിപ്പിച്ചത്, പഠിപ്പിച്ചത്, പരിശീലിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ അമ്മമാരോട് ഞാൻ പറയുന്നു, മുഹീദ്ദീൻ മാല നമ്മൾ ചൊല്ലണം. നമ്മുടെ വീടുകളിൽ അതൊക്കെ എടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ്, നിങ്ങളത് തിരിച്ചു കൊണ്ടുവരണം. മുഹീദ്ദീൻ മാലയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, അതിലൂടെ 2 ആള് അഥവാ ഒരേ സമയത്ത് ശൈഖ് ജീലാനി തങ്ങളെയും ശംസുൽ ഉലമയും അനുസ്മരിക്കുക എന്നതാണ്. അനുസ്മരണം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടത്തി കാണിച്ചു തന്നത് ജല്ല ജലാലായ ഈ അണ്ടകടാഹത്തിന്റെ സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറ അൽ ഫാത്തിഹയിൽ നിങ്ങൾ നോക്ക്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ ചേർക്കണമേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. നീ അനുഗ്രഹിച്ച, അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ തങ്ങളവറുകള് നമ്മുടെ മജ്ലിസിലേക്ക് എത്തി. എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരു മഹാനാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാവുമ്പോൾ ഞാൻ വോയിസ് ഇടും, തങ്ങളെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ആശ്വാസവാക്ക് തങ്ങളിൽ നിന്ന് വരും. വളരെ മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദുആയും വോയിസ് ആയിട്ട് ഇട്ട് തരും. പിന്നെ
ആ പ്രശ്നം എങ്ങടാ പോയതെന്നറിയില്ല. നിങ്ങൾക്കത് അനുഭവിക്കാൻ പോവാ. നിങ്ങൾ എന്നോട് ഇന്നലെ വരാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി അങ്ങനെ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് വരാനായിരുന്നു താല്പര്യം എന്ന്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തമാശ ഇതൊക്കെ പറയും, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു സാധാ അങ്ങനെ. പക്ഷേ മഹാനവറുകള് ദുആയിലേക്കൊക്കെ കടക്കുമ്പോൾ പിന്നെ വേറൊരാളായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഒന്ന് ഓടിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നത്, ഭൂമിദാനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ ഭേദാംബർ തമ്മോടെ ആള് ഞാൻ എന്നോവർ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഭൂമിയിൽ അള്ളാന്റെ ഹബീബിന്റെ പ്രതിപുരുഷനാണ്. ദീനിന്റെ ദഅവത്തിന് വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം അള്ളാന്റെ ഹബീബിന്റെ പ്രതിപുരുഷനായിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ചെയ്ത ആ കർത്തവ്യമാണ് മഹാനായ ശംസുൽ ഉലമ ഇവിടെ നിർവഹിക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു പോകാൻ നമുക്ക് കഴിയണം. 40 വഅള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ആര്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ പാണ്ഡിത്യത്തിന്റെ അറിവിന്റെ നിറകുടമാണ്. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കലാസാഹിത്യം ഉൾപ്പെടെ പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, വിശ്വാസപരമായ കാര്യങ്ങള്, അതുപോലെ തന്നെ തർക്കശാസ്ത്രം, കലാസാഹിത്യം ഉൾപ്പെടെ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 13 വിഷയങ്ങളിലെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ആളാണ് ശൈഖ് ജീലാനി തങ്ങള്. പിന്നെ ആ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് നിയമിതനാവുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ശൈഖ് ജീലാനി തങ്ങളെ പോലെ നമ്മൾ മനസ്സിലാക്കുക, മഹാനായ ശംസുൽ ഉലമ 6-ാം നൂറ്റാണ്ടിൽ ശൈഖ് ജീലാനി തങ്ങൾ ചെയ്ത ആ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ദൗത്യമാണ് മഹാനായ ശംസുൽ ഉലമ ഇവിടെ നിർവഹിച്ചത്. 40 വഅള് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്നാൽ ശംസുൽ ഉലമയിലേക്ക് വരുമ്പോ 956 മുതൽ 96 വരെ 40 വർഷക്കാലം മഹത്തായ സമസ്ത എന്ന മുബാറക്കായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി, അതുല്യനായ സെക്രട്ടറി ആയിട്ട്, അഥവാ മഹാനവറുകളുടെ കാലത്ത് കള്ളത്തൊരീക്കത്തുകൾക്കെതിരെ രാപ്പകൽ ഭേദമന്യേ മഹാനവറുകള് ഓടി നടന്ന് പ്രസംഗിച്ചു, പ്രബോധനം നടത്തി, ആളുകളെ ബോധവൽക്കരിച്ചു. ബിദ്അത്തുകാരുടെ, കള്ളത്തൊരീക്കത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു ശംസുൽ ഉലമ. അഥവാ കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു, കാലഘട്ടത്തിന്റെ മുഹയ്യിദ്ദീനായിരുന്നു മഹാനായ ശംസുൽ ഉലമ. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബാകാമെന്നോവർ. ആര്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഈസാ നബി അലൈഹി സ്വലാം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് കഴിച്ചത് എന്ന് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. പരിശുദ്ധ ഖുർആൻ. കാരണം ഇതൊക്കെ വെറുതെ കെട്ടിണ്ടാക്കല്ല. ഒരു കുപ്പിയുടെ അകത്തുള്ള വസ്തു എത്രമേൽ സുതാര്യമായിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുമോ, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എനിക്ക് പറയാൻ പറ്റുമെന്ന് ശൈഖ് ജീലാനി തങ്ങൾ പറയുമ്പോ ശംസുൽ ഉലമയിലൂടെ നമ്മളത് കാണുകയാണ്. ഓരോ ആളുകളുടെ മനസ്സ് വായിച്ചിട്ട് പറയാൻ. പട്ടിക്കാട് നിന്ന് അസ്ർ നിസ്കരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മുത്തഅല്ലിം ഇങ്ങനെ പോവാ. ആ മുത്തഅല്ലിമാണെങ്കിൽ നല്ല പഠിക്കുന്ന, നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ വിളിച്ചു പറയുന്നത് എത്രയും പെട്ടെന്ന് പെട്ടിയെടുത്ത് വിട്ടോന്നാണ്. ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. പറയപ്പെടുന്ന അനുഭവസ്ഥര് പറയുന്നത് മഹാനായ ബാഫഖിത്തങ്ങൾ പോലും ഈ മുത്തഅല്ലിമിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു, ഇടപെട്ടിരുന്നു എന്നാണ്. പക്ഷേ ശംസുൽ ഉലമ വഴങ്ങിയില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം മുർത്തദ്ദായ രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഇതിലൂടെയൊക്കെ അതേപോലെ തന്നെ പ്രതീക്ഷിക്കുന്നവർക്ക് എന്തിനേറെ പറയണം, വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ആയികൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു.
പ്രതിസന്ധി ഘട്ടത്തില് ഇപ്പൊ എനിക്കൊക്കെ ഉപ്പ ഇങ്ങനെ വിളിക്കണ എന്തെങ്കിലും ഒന്ന് തടഞ്ഞിട്ടൊക്കെ വീഴാനൊക്കെ യാ മൊഹീദ്ദീൻ എന്നൊരു വിളിയുണ്ട്. അതൊക്കെ വല്ലാത്തൊരു ഈമാനിന്റെ വിളിയാ. പ്രതിസന്ധി ഘട്ടത്തിൽ ആരെന്നെ വിളിച്ചാലും ആ വിളിച്ച് അഥവാ വായടയുന്നതിന് മുൻപ്, നാക്കുള്ളിലേക്ക് ഇടുന്നതിന് മുൻപ് ഉത്തരം ഞാൻ കൊടുക്കുമെന്ന് ശംസുൽ ഉലമയെ നമ്മൾ കാണുന്നത് അവസാനമായിട്ട് നന്ദി ദാറുസ്സലാമിൽ വന്നിട്ട് മുത്തഅല്ലിമീങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ബുഖാരിയിൽ നിന്നൊരു ചെറിയ ഹദീസ് എടുത്തു കൊടുത്തു. പക്ഷേ പിന്നെയൊക്കെ ഉപദേശമാണ്. അവരോട് പറയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങളവരെ എവിടെയും പരാജയപ്പെടൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ മഹാനവറുകൾ വഫാത്താവുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്താ പറഞ്ഞത്? ബല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എൻ്റെ മാന്യ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, മുഹീദ്ദീന്മാരെയൊക്കെ നമ്മൾ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്തുകൊണ്ട്? മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ ശംസുൽ ഉലമയുടെ ജീവിതവും നമുക്കിതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുകയാണ്. നാവാൽ മോളിയൊന്ന ഇൽമ കൂറിപ്പാനായി 400 ഹുക്കാമൈ അവർ ചുറ്റുമുള്ളവർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാന ശകലങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി മഹാനവറുകളുടെ ചുറ്റും ഇങ്ങനെ 100-400 ആളുകൾ, അതിൽ മനുഷ്യരുണ്ട്, അവരിൽ മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ആലിമീങ്ങളുണ്ട്. മഹാനായ ശംസുൽ ഉലമയിൽ നമ്മൾ കാണുന്നത് മഹാനവറുകളുടെ ദർസിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന നൂറുകണക്കായ ആലിമീങ്ങളെ, പണ്ഡിത വിദ്യാർത്ഥികളെ എന്നല്ല അനുഭവസ്ഥര് പറയുന്നത്. മഹാനവറുകളുടെ സദസ്സിൽ വന്നിട്ട് ജിന്നുകൾ പോലും കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. സൂറത്തുൽ ജിന്നിലേക്ക് പോയാൽ നമുക്ക് കാണാം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെ പരിശുദ്ധ ഖുർആൻ വന്ന് പരിശുദ്ധ ഖുർആൻ ജിന്ന് വർഗത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട്, ജിന്ന് വർഗത്തിൽപ്പെട്ടവർ വന്ന് പരിശുദ്ധ ഖുർആൻ കേട്ട് മനസ്സിലാക്കി അവരുടെ സമൂഹത്തിൽ പോയിട്ട് അവർ ദഅവത്ത് നടത്തിയതായിട്ട് അതിനനുസ്മരിപ്പിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സദസ്സിലെ മനുഷ്യരുണ്ടായിരുന്നോ, ജിന്നുകൾ ഉണ്ടായിരുന്നോ, പണ്ഡിതന്മാർ എന്നതുപോലെ മഹാനായ ശംസുൽ ഉലമയുടെ ഹളറത്തിലും ഇൽമിന്റെ മജ്ലിസിലും മനുഷ്യർ മാത്രമല്ല ജിന്ന് വർഗത്തിൽപ്പെട്ട ആലിമീങ്ങളും ഉണ്ടായി എന്നതാണ്. ആ വലുപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അങ്ങനെയാണല്ലോ. ഒരാളുടെ വലുപ്പം മനസ്സിലാക്കുമല്ലേ അവരോടൊരു ആദരവ് തോന്നുക, ഒരു ഇഷ്ടം തോന്നുക. അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. മഹാനായ ശംസുൽ ഉലമയെ, കണ്ണിയത്ത് ഉസ്താദ് അവറുകളെ, സമസ്തയുടെ മഹാന്മാരായ ആലിമികളെയൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് 100 വർഷം പിന്നിടുമ്പോൾ സമസ്ത ഇത്രമേൽ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, 100 വർഷം പിന്നിട്ട പല പ്രസ്ഥാനങ്ങളെയും നമുക്ക് കാണാം. ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ല, വളരെ കത്തി നിന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. കേരളത്തിലുണ്ട്, ശരിയാണ്. ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ 100 വർഷങ്ങൾക്കിപ്പുറം നിന്ന് ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസം എന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടതാണ്. 100 വർഷത്തിനിപ്പുറം നമ്മൾ ആലോചിക്കുമ്പോൾ 19 വർഷം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നമ്മൾ വർഷങ്ങൾക്കിപ്പുറം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. നമുക്ക് പരിചയമുള്ള ചിലത് പറഞ്ഞൊന്ന് മാത്രം. എന്നാൽ മഹത്തായ സമസ്ത എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ചേരമാൻ പെരുമാളെന്ന ചക്രവർത്തി പോയിട്ട് അവിടെ നിന്ന് നേരിട്ട് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്നിട്ട് താജുദ്ദീൻ അബൂബക്കർ എന്ന പേര് ചാർത്തി കൊടുക്കുന്നു. ആര്? സാക്ഷാൽ നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ കേരളത്തിൽ ഇസ്ലാമിന്റെ ദഅവത്തിന് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി. നബിയുനൽ ആമീറുൻ നാഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ അലാ ഹബീബിക ഖൈർ
ലിൽഖൽഖി കുല്ലിഹിം. ഇമാം ബുസ്രി തങ്ങൾ വളരെ മധുര മനോഹരമായ ശൈലിയിൽ അവിടുന്ന് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുകയാണ്. കൽപ്പിക്കാനും വിരോധിക്കാനും ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്. ഉണ്ടെന്ന് പറയാനും ഇല്ലെന്ന് പറയാനും അവിടത്തേക്കാൾ യോഗ്യനായി മറ്റൊരാളുമില്ലെന്ന് ആ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് അസ്ഥിവാരമിടുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടന കർമ്മം തുടക്കം കുറിക്കുന്നത്, നാന്തി കുറിക്കുന്നത്. അതോടുകൂടെ തന്നെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും എന്തുകൊണ്ടാണ് അവരെ പേർഷ്യൻ രാജ്യങ്ങളിൽ റോമാ സാമ്രാജ്യങ്ങളെയൊക്കെ കിടിലം കൊള്ളിക്കുന്ന രീതിയിലെ പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടിങ്ങനെ കത്തിപ്പടർന്നു, എന്തുകൊണ്ടിങ്ങനെ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കറകളഞ്ഞ ജീവിതമായിരുന്നു. 100 വർഷത്തിന് ഇപ്പുറം നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ജീവിത വിശുദ്ധി തന്നെയാണ്. അത് ശംസുൽ ഉലമയാവട്ടെ, അത് കണ്ണിയത്ത് ഉസ്താദാവട്ടെ, അത് വരക്കൽ മുല്ലക്കോയ തങ്ങളാവട്ടെ, അത് പാങ്ങിൽ അഹമ്മദ് ഊട്ടി ഉസ്താദാവട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവീകരായ മഹാന്മാരായ സ്വഹാബികളും താബികളൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന, വരച്ച് കാണിച്ച ആ പാതയിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെ, കടുകിട മാറ്റമില്ലാതെ മുന്നോട്ട് പോയവരാണ് മഹാന്മാരായ ആലിമീങ്ങൾ. മഹാനായ തങ്ങൾ ഉസ്താദ് പറയാറുണ്ട്, ഏറ്റവും വലിയ മഹാനായ ശംസുൽ ഉലമയുടെ കറാമത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിഖാമത്താണ്. നേരത്തെ ഞാനിവിടെ ഓതി വെച്ചല്ലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഞങ്ങളുടെ റബ്ബല്ലാഹു ആണെന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ, അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്നത്, ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ ശംസുൽ ഉലമയുടെ അവസാന നിമിഷം, തങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ അധികം സംസാരിക്കണില്ല, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്ത് തന്നെയാണ്. നല്ല രീതിയിൽ ജീവിച്ചു, അള്ളാഹ്ക്ക് നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് സുജൂദ് ചെയ്തുകൊണ്ട് ഫർളും സുന്നത്തുമായിട്ടുള്ള ആരാധന അനുഷ്ഠാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിർവഹിച്ച് നല്ല രീതിയിൽ ഈ ലോകവുമായി വിട പറയുക എന്നതല്ലേ ഏറ്റവും വലിയ കറാമത്ത്. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഞങ്ങളുടെ മരണ നിമിഷമാക്കണേ റഹ്മാനെ. അവസാനത്തെ വാക്ക് നീ കലിമയാക്കണേ അല്ലാഹ്. ശംസുൽ ഉലമയിൽ നമ്മൾ കാണുന്നത് സുബ്ഹോടടുത്ത സമയത്ത് കൂടെയുള്ളവരോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം. വഫാത്തിന്റെ അന്ന് സുബഹയോടടുത്ത സമയം അടുത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ യാസീൻ ഓതണമെന്ന്. അവിടുത്തെ കൽപ്പന പ്രകാരം, നിർദ്ദേശപ്രകാരം അടുത്തുള്ളവർ യാസീൻ ഓതുകയാണ്. യാസീൻ കഴിഞ്ഞപ്പോ ഫാത്തിമ ഹോസ്പിറ്റലിൽ തന്നെയുള്ള പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുകയാണത്രേ. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ബാങ്കിന് ഉത്തരം ചെയ്യുമല്ലോ. ബാങ്കിന്റെ അവസാന വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കിപ്പോൾ അത് ആത്മാർത്ഥമായി ചൊല്ലാൻ കഴിയുന്നത് നിന്റെ തൗഫീഖാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 950 വർഷം പ്രബോധനം നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, അഥവാ അവരുടെ മകൻ കൻആൻ, രണ്ടുപേരും ഈ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ ഭാഗ്യമില്ലാതെ ഈ ലോകവുമായി വിട പറഞ്ഞവരാണ്. ഒരു പ്രവാചകന്റെ ഭാര്യയായാൽ കലിമ ചൊല്ലാൻ കഴിയുമെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് കഴിയണമായിരുന്നു. ഒരു പ്രവാചകന്റെ രക്തത്തിൽ പിറന്നാൽ, സന്താന പരമ്പരയിൽപ്പെട്ടാൽ കലിമ വരുമെങ്കിലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന കൻആന് കലിമ ചൊല്ലാൻ കഴിയുമായിരുന്നു.
എന്നാൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യമാർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. ഒരു പ്രവാചകന്റെ ബന്ധുവായാൽ കലിമ ചൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ബന്ധു ഖാറൂന് കലിമ ചൊല്ലാൻ കഴിയണമായിരുന്നു. ഒരു പ്രവാചകനെ കണ്ണിലെ കൃഷ്ണമണി പോലെ എടുത്തു വളർത്തിയാൽ, നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ, തണലൊരുക്കി കൊടുത്താൽ, പ്രതിരോധം സൃഷ്ടിച്ചാൽ കലിമ ചൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ തൻ്റെ ചങ്കിലെ ചോരയായ അഥവാ സ്വന്തം മക്കളെപ്പോലും അത്രമേൽ പരിഗണിക്കാതെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 8ാമത്തെ വയസ്സിൽ എടുത്തു വളർത്തിയിട്ട് നിഴൽ പോലെ കൂടെ കൊണ്ട് നടന്ന് കുളിപ്പിക്കുമായിരുന്നു, മുടി ചീകി കൊടുക്കുമായിരുന്നു, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു, യാത്രയിൽ കൂടെ കൊണ്ടുപോകുമായിരുന്നു, കൂടെ കിടത്തുമായിരുന്നു, കിടത്തി ഉറക്കുമായിരുന്നു. അബൂ താലിബ് തൻ്റെ സഹോദരൻ്റെ മകനോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷേ എന്നിട്ടും അബൂ താലിബിന് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല. നമ്മൾ ആലോചിക്കണം. അബൂ താലിബ് അവസാന നിമിഷത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സ്വകാര്യമായൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അല്ലാഹുവിനോട് നാളെ സാക്ഷി പറഞ്ഞോളാം. അപ്പോഴാണ് അബൂജഹലും ആളുകളും കയറി വരുന്നത്. എന്തേ അബൂ താലിബ് ഒരു മാനസാന്തരം? അവസാനം ഈ ആട്ടിടയന്റെ മതത്തിൽ ചേരാനാണോ നിന്റെ ഭാവം? അപ്പോൾ അബൂ താലിബ് ദുരഭിമാനത്തോടെ പറഞ്ഞു, ഇല്ല, അബൂ താലിബ് അതേ മതത്തിൽ തന്നെയാണ്. അങ്ങനെ ഈമാൻ ഇല്ലാതെ ഈ ലോകവുമായി വിട പറഞ്ഞ ഒരു ദുരന്ത കഥാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ അത് അബൂ താലിബാണ്. അല്ലാഹു തആല വല്ലാതെ വിഷമിക്കുന്ന അവസരമാണ്. പടച്ചതവാനും ബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ പടച്ച തമ്പുരാൻ ആയത്തിറക്കിയാണ്, അഥവാ തങ്ങൾക്ക് ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ അഹ്ബബ്ത, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഹിദായത്ത് കൊടുക്കുക എന്നത് അള്ളാന്റെ രീതിയല്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുകയുള്ളൂ. ആ കലിമത്തു തൗഹീദ് മഹാനായ ശംസുൽ ഉലമയുടെ നാവിലേക്ക് വരികയാണ്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരു വാക്കാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദീവാനു ഷാഫിയിലൂടെ പറയാണ്, തിന്മയുടെ പാഴ്ചേറിൽ ആണ്ടുപൂണ്ട് ജീവിക്കുന്നവനെ, പാപഭംഗിലമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടിപ്പോൾ നിനക്ക് മാനസാന്തരം വരുന്നുണ്ടോ? നാളത്തെ അഥവാ സ്വർഗ നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, തീച്ചങ്കലകളെ കുറിച്ച്, സബാനിയാക്കളായ മലക്കുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ മഹത്തായ കോടതിയെ കുറിച്ച്, മീസാൻ എന്ന തുലാസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നിനക്ക് ചില ആന്തോളനങ്ങൾ അല്ലെങ്കിൽ നിനക്ക് ചില മാനസാന്തരം നിനക്ക് വരുന്നുണ്ടെങ്കിൽ അത് ശുഭലക്ഷണമാണ്. നിന്നെ അള്ളാഹു ഏറ്റെടുക്കാറായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അഥവാ ഒരുപാട് അനുഗ്രഹം ചെയ്തവനാണ് നിന്റെ റബ്ബ്. നിന്റെ റബ്ബ് നിനക്ക് നിന്റെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ അള്ളാഹു തയ്യാറായി എന്നതിന്റെ തെളിവാണ്. ലാ തൈഅസൻ മിൻ ലുത്ഫി റബ്ബിക ഫിൽ ഹശ ഫി ബത്നി ഉമ്മിക മുൽഗതൻ വവലീദാ. എൻ്റെ ചെറുപ്പക്കാരാ, SKSSFന്റെ അതേപോലെ തന്നെ SBBയുടെ ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകരോട്, അല്ലെങ്കിൽ ഇവിടെ കൂടിയ ആബാലവൃദ്ധം ജനങ്ങളോട് ഞാൻ പറയട്ടെ, ഇമാം ഷാഫി തങ്ങൾ നമ്മളോടൊക്കെ പറയാണ്, നന്നാവണമെന്നുള്ളൊരു മനസ്സിങ്ങനെ ഇപ്പൊ വരിക. പക്ഷേ പണ്ടത്തെ തെറ്റൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ വല്ലാത്ത ബേജാറുണ്ടെങ്കിൽ ഇമാം ഷാഫി തങ്ങളുടെ സാന്ത്വന വാക്ക് കേൾക്കുക. നീ ബേജാറാവണ്ട. എന്തുകൊണ്ട്? ലാ തൈഅസം മിൻ ലുത്ഫി റബ്ബിക ഫിൽ ഹശ ഫി ബത്നി ഉമ്മിക മുൽഗതൻ വവലീദാ. നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ ചോര രക്തപിണ്ഡമായി മാംസപിണ്ഡമായി ഇങ്ങനെ നീ കുഴഞ്ഞു കിടങ്ങുന്ന സമയത്ത് ആരാ മോനെ നിന്നെ വളർത്തി വലുതാക്കിയത്? ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما فتبارك الله أحسن الخالقين. രേതസ്കണത്തിൽ നിന്ന് രക്തപിണ്ഡമായി, രക്തപിണ്ഡത്തിൽ നിന്ന് മാംസപിണ്ഡമായി, മാംസപിണ്ഡത്തിൽ നിന്ന് അസ്ഥി രൂപപ്പെട്ടു. ആ അസ്ഥിമേൽ മാംസം കൊണ്ട് അല്ലാഹു പൊതിഞ്ഞിട്ട് പിന്നെ നല്ല ചേതോഹരമുള്ള അല്ലെങ്കിൽ കാണാൻ നല്ല ചന്തമുള്ള അഴകുള്ള ഏതൊരാളും എടുത്ത് ഓമനിക്കുന്ന, താലോലിക്കുന്ന, മുത്തം തരുന്ന ഒരു രീതിയിലേക്ക് നിന്നെ വളർത്തി വലുതാക്കിയില്ലേ നിന്റെ റബ്ബ്?
നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 3 തരം ഇരുട്ടിലായിട്ട് നീ കിടക്കുമ്പോ ആരാ നിന്നെ വളർത്തി വലുതാക്കിയത്? ആ റബ്ബിന്റെ കൃപയിലെ, ആ റബ്ബിന്റെ കരുണയിൽ നീ നിരാശപ്പെടാൻ പാടില്ല. എന്നിട്ടും അവസാനം മഹാനവറുകൾ പറയാണ്, നിന്നെ കാലാകാലം നരകത്തിലിടണോന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ നിന്റെ നാവിൽ കലിമ അങ്കുരിക്കുമായിരുന്നില്ല, നിന്റെ കൽബിലും നാവിലും കലിമ വരുമായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യമാർക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കൻആൻ, കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ബന്ധുവായ ഖാറൂൻ, അള്ളാന്റെ ഹബീബിന്റെ ഇളാപ്പയായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളാപ്പയായ അബൂ താലിബിന് ചൊല്ലാൻ കഴിയാത്ത കലിമത്തു തൗഹീദ് ഒന്ന് മനസ്സിൽ തട്ടി ചൊല്ലാനൊന്ന് ശ്രമിക്കേ. ഞാൻ ഈ ചൊല്ലുന്ന കലിമ അവസാനം എൻ്റെ നാവിലേക്ക് വരണമെന്നുള്ള നല്ല നിയ്യത്തോടു കൂടെ ഒന്ന് ചൊല്ലേ. ലാ ഇലാഹ, ഒന്നുകൂടെ, ലാ ഇലാഹ. ഇമാം ഷാഫി തങ്ങൾ പറയാണ്, ലൗ ശാഅ അൻ തസ്ലാ ജഹന്നമ ഖാലിദാ, നിന്നെ കാലാകാലം നരകത്തിലിടണോന്ന് അല്ലാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ മകാന അൽഹമ ഖൽബക തൗഹീദാ, നിന്റെ നാവിൽ ഈ കലിമ വരുമായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദും. സ്വർഗമാണല്ല നരകമല്ലടോ, സ്നേഹമാണവനറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. ചൊല്ല് ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാനെ മനസ്സിലാക്കേണ്ടത് നരകത്തിലൂടെയല്ല, അള്ളാനെ മനസ്സിലാക്കേണ്ടത് റഹ്മത്തിലൂടെയാണ്. എൻ്റെ റബ്ബിനേക്ക് എന്നോട് എന്തെന്നില്ലാത്ത ഇഷ്ടമാണ്. എൻ്റെ റബ്ബിന് എൻ്റെ ഉമ്മയോട്, എൻ്റെ ഉമ്മയ്ക്ക് വാപ്പയ്ക്കില്ലാത്ത സ്നേഹമാണ്. നൊന്തുപെറ്റ എൻ്റെ ഉമ്മയ്ക്കോ ജന്മം നൽകിയ വാപ്പയേക്കാൾ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ റബ്ബാണെന്ന ഒരു തിരിച്ചറിവ് മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ കാണുന്നത് അവസാന നിമിഷത്തിലെ ബാങ്കിന്റെ മന്ത്രധ്വനികളെ മുഅദ്ദിനിൽ നിന്ന് കേൾക്കുമ്പോ മഹാനായ ശംസുൽ ഉലമ പറയാണ്, ചൊല്ല് ലാ ഇലാഹ. അവസാനത്തെ വാക്ക് കലിമത്തു തൗഹീദ്. ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്നാ നബിയുനാ റസൂലുള്ളാഹി. അതോടുകൂടെ അതുവരെ ചലിച്ചുകൊണ്ടിരുന്ന വിരലുകൾ നിശ്ചലമാവുകയാണ്, തസ്ബീഹുമാല കയ്യിൽ നിന്ന് വീഴുകയാണ്. മഹാനവറുകൾ എന്നേക്കുമായി ഈ ലോകവുമായി വിട പറയുകയാണ്. അല്ലാഹുവേ, മഹാനവറുകളെ എല്ലാ അർത്ഥത്തിലും, അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബാറക്കത്തുമെത്തുമേ. ആർക്ക്? ശൈഖ് ജീലാനി തങ്ങൾക്ക്. എന്നതുപോലെ നമ്മൾ ആർക്കും ഫാത്തിഹ ഓതുക. നമ്മുടെ മക്കൾ നന്നാവാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ പെൺകുട്ടികളടക്കം അവരുടെ മനസ്സ് മലീമസമായി കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ യുവതയുടെ ടീനേജ് പ്രായത്തിലുള്ളവർ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് കാലിന്റെ ചുവപ്പ് മുലപ്പാലിന്റെ മണം മാറാത്ത മക്കള്, പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന നമ്മുടെയൊക്കെ നമ്മുടെ കാലത്ത് പറയാൻ പേടിക്കുന്ന കാര്യങ്ങൾ ഇന്നവർ ചെയ്യുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവരുടെ കൽബിലേക്ക് മഹാന്മാരോടുള്ള ഒരു ആദരവ്, മഹാന്മാരെ നമ്മൾ ഏൽപ്പിക്കുക. അഥവാ എല്ലാ ദിവസവും അവരോട് പറയുക എന്നല്ല, നമ്മൾ അതങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ ഒരു കാര്യം പറയാൻ, സ്ഥിരമായിട്ട്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു പരിപാടിയിൽ മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവർകൾ കോഴിക്കോട് വെച്ച് കിംഫോർട്ട് ഹോട്ടൽ വെച്ചിട്ട് SKSSFന്റെ ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ അതിൽ സംബന്ധിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മഹാനവറുകൾ പറയാണ്, അവിടെ വെച്ച് പറയാണ്, നിങ്ങൾ രാവിലെ ഒരു ഫാത്തിഹ ഓതണം. അതാർക്കാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. രണ്ടാമത് നിങ്ങളൊരു ഫാത്തിഹ ഓതണം, അത് ഖുലഫാഉർ റാഷിദുകൾക്കാണ്. മൂന്നാമത് നിങ്ങളൊരു ഫാത്തിഹ ഓതണം, മഹാന്മാരായ മശായിഖന്മാർക്കാണ്, ഉസ്താദുമാർക്കാണ്. പിന്നെ പറഞ്ഞു, നാലാമത് നിങ്ങളൊരു ഫാത്തിഹ ഓതണം, അത് മഹാനായ ശംസുൽ ഉലമക്കാണ്. ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അള്ളാഹിന്റെ തൗഫീഖോടുകൂടി പരമാവധി ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹു നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ചെയ്തൂടെ? നിങ്ങൾ എന്താ മിണ്ടാത്ത? ചെയ്തൂടെ? നമ്മൾ ചെയ്യുക. ഇന്നത്തെ പരിപാടി ഒരു ബാലൻസ് ഷീറ്റായിട്ട് ഒന്നുമില്ലെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ടയർ എന്നിട്ട് കുണ്ടിൽ വീഴുന്നില്ലേ? അവിടെ നോക്കിയാൽ തൊട്ടടുത്ത് ചിലപ്പോൾ ഒരു മരം ഉണ്ടാവും. ആ മരത്തിൽ നിന്നൊരു കൊമ്പ് ഇങ്ങനെ കൊലുന്ന് നിൽക്കുന്നുണ്ടാവും റോഡിലേക്ക്. ആ കൊമ്പിൽ നിന്ന് ഇലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വീണ് അവിടെ ഒരു കുഴിയായതാണ്. എന്നാൽ ഒരു ബാരിൽ വെള്ളം, ഒരു ഹൗദിലെ വെള്ളം തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒഴിച്ചാൽ ഒരു കുഴി ഉണ്ടാവില്ല. അപ്പൊ സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ഇത്രേ പറയുള്ളൂ. മഹാനായ ശംസുൽ ഉലമയുടെ പേരില്, അതുപോലെ തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെയൊക്കെ പേരില് ഒരു ഫാത്തിഹ നമ്മൾ ഓതുക. അതോടുകൂടെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കുക. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ കാവലുണ്ടാകും. നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തിരക്കായിട്ട് കൂടെ മഹാനായ സയ്യിദ് അവറുകള് എൻ്റെ വീട്ടിൽ കുറച്ച് നേരത്തെ കയറി. അപ്പോൾ 10-25 വയസ്സായ എൻ്റെ മോൻ എൻ്റെ അമ്മക്ക് വേണ്ടി കുടുംബത്തിനൊക്കെ ദുആ ചെയ്യിച്ചു. എൻ്റെ മോനെ ഞാൻ തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ എൻ്റെ മോനെ ഒന്ന് മന്ത്രിക്കണോ? അതൊരു കാവലാണ്. ഞാൻ എൻ്റെ മാന്യ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, ഏത് തിരക്കിനിടയിലും എത്ര തിരക്ക് പിടിച്ച് നമ്മൾ ഓടുകയാണെങ്കിലും വണ്ടിയിൽ ഡീസൽ അടിക്കാതെ പെട്രോൾ അടിക്കാതെ നമ്മൾ പോവില്ലല്ലോ എന്നതുപോലെ ഏത് തിരക്കിനിടയിലും നമ്മൾ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് തീരുമാനിക്കുക. തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് വരും. എന്തിനാ? നമ്മുടെ ദുനിയാവ് നന്നാവണം, നമ്മുടെ ആഖിറത്ത് നന്നാവണം, ഞാൻ എന്ന വ്യക്തി നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ സംസാരത്തിലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ള കൂട്ടത്തില് ഒരു വരിയും കൂടെ ഞാൻ നേരത്തെ അവിടെ ഓർമ്മ വെച്ചായിരുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരിക്കലെ പശുവിന്റെ പിന്നാലെ ഓടിയെന്ന്. ഒരു അറഫാ ദിവസം പശുവെ പായിച്ചാരേ ഇതിനെ പാടച്ചെന്ന് പശുവ് പറഞ്ഞോവ. പശുവിന്റെ ബാക്കിൽ ഓടിയപ്പോ പശു തിരിഞ്ഞെന്ന് ചോദിച്ചു, ഇതിനെ ഞങ്ങളല്ല പടച്ചത് എന്ന്. ബേജാറായിപ്പോയി. പിന്നെ ഓടി വീട്ടിലേക്ക് പോയി. ടീനേജ് പ്രായത്തിലുള്ള സമയമാണ്. പിന്നെയാണ് ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പഠിക്കാനൊക്കെ പോണത്. എന്നതുപോലെ ഒരിക്കൽ വീട്ടിൽ നിന്ന് എന്തോ ഗാഠമായ വായനയിലാണ് അത്രേ ശംസുൽ ഉലമ. അപ്പൊ വാപ്പ വന്നിട്ട് ഈ വായിച്ച പുസ്തകം എടുത്തിട്ട് ഇംഗ്ലീഷിലുള്ള എന്തോ ഒരു നോവലാണ് വായിക്കണത്. ചെറിയ പ്രായമാണ്. അങ്ങനെ ഇത് അറിയുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയി, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്, നിങ്ങളെ മോൻ വായിച്ചത്, ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇതുള്ളത് എന്ന്. ഇത് അപ്പൊ ഉപ്പാക്ക് മനസ്സിലായി, ഇതിങ്ങനെ വിട്ടാ ചിലപ്പോൾ എന്താവില്ല, പിടുത്തം വിട്ടുപോകും. അഥവാ എൻ്റെ മോൻ ഈ റൂട്ടിൽ പോകേണ്ടതല്ല, ഇതിനല്ല എൻ്റെ മോൻ എൻ്റെ റബ്ബ് പടച്ചത്. അങ്ങനെയാണ് ഈ വഴിയിലേക്ക് തിരിച്ചുവിടുന്നത്. എന്നാൽ മഹാനവറുകൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആളായിരുന്നു. ഏതൊരു സദസ്സിൽ ഇരുന്നാലും അതല്ലേ അഥവാ അറബ് ലോകത്തെ പണ്ഡിതന്മാര് പോലും പണ്ഡിത സൂര്യൻ എന്ന് നാമകരണം മലയാളികൾ ചാർത്തി കൊടുത്തതല്ലല്ലോ.
ഞാനതിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കണില്ല. പറഞ്ഞാൽ ആര് പറഞ്ഞാലും, നേരം വെളുക്കോളം പറഞ്ഞാലും, ജീവിതകാലം മുഴുവനും പറഞ്ഞാലും ഇതുപോലുള്ള മഹാന്മാരെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതേപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സംശുദ്ധമായ ജീവിതം, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പരിശുദ്ധ ഖുർആന്റെ 1/3 ഭാഗം ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്, ഇന്ധനം എന്ന് പറയുന്നത്, പ്രചോദനം എന്ന് പറയുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചരിത്രമാണ്. നമ്മൾ ചരിത്രം പകർന്നു കൊടുക്കണം നമ്മുടെ മക്കളിലേക്ക്. പൂർവീകരുടെ, മുൻഗാമികളുടെ, സ്വഹാബികളുടെ, താബികളുടെ, സമസ്തയുടെ, ആലിമീങ്ങളുടെ, മഹാന്മാരുടെ, മഹദികളുടെ, അങ്ങനെ നമ്മുടെ മക്കളെ. അതായിരുന്നു മുഹീദ്ദീൻ മാല, അതായിരുന്നു നഫീസത്ത് മാല. അറ്റലറുകാരത്തിനാലെ ഖബറദൈ കോഴിത്തേ ആനദില്ലിറങ്ങിനാമ സാടിടും നീതത്തേ. സ്വന്തം കൈകൊണ്ട് ഖബർ വെട്ടിയിട്ട് അതിലിറങ്ങി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇതിങ്ങനെ കേൾക്കുമ്പോ എങ്ങനെയാ അടങ്ങിയിരിക്കാൻ തോന്നാ? സ്വന്തം കൈകൊണ്ട് ഖബർ വെട്ടിയിട്ട് 5000 6000 ഒക്കെ ഖത്മ് തീർത്തെന്ന് പറയുമ്പോ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതണമെന്നുള്ളൊരു ഒരു ചിന്ത വരൂലേ? അങ്ങനെ ഒരിക്കൽ നോമ്പുകാരിയാണ്, തളർന്ന് വീണുപോയി. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, വൈദ്യര് പറഞ്ഞു, ജീവൻ അപകടത്തിലാ, നോമ്പ് മുറിക്കണോ. തരിത്തവരോ ഡുത്ത് ഞാൻ മോ റിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനെ. എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. മരണമാകും എണ്ട് ബിണ്ട് ഓതി അൻആമാനെ മാഇദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ. ഖുർആൻ ഓതി 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 അങ്ങനെ വഫാത്തായ മഹദിയെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ഓതണമെന്നുള്ളൊരു വിചാരം ഉണ്ടാവൂലേ? അപ്പൊ ഈ മാലപ്പാട്ടുകൾ വെറുതെ കണ്ട മാലയല്ല, എന്തോ വേണ്ടാത്തരം വിടുവായ്ത്ത തള്ളലല്ല. അതൊക്കെ തൗഹീദിന്റെ മന്ത്രധ്വനികളാണ്, ഈമാൻ വർദ്ധിക്കുന്ന കാര്യമാണ്. നിലവേറും ഐശാദോ ലൂദോരു വളുവാലേ 40 സുബ്ഹ് തോളുദോവർ. ഷെയ്ഖ് ജീലാനി തങ്ങൾ 40 വർഷക്കാലം ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ സുബ്ഹ് ഇശാങ്കിലും അതൊന്നും വിട്ടുപോകരുത്, ഫർളെങ്കിലും സ്ഥിരമായിട്ട് എടുക്കണം എന്നുള്ളൊരു ബോധം വരൂലേ? അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരൊക്കെ മഗ്രിബ് ഇശായിൻ്റെ ഇടയിലുള്ള ആ ജീവി സമയം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയവരാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നേരം വൈകി കിടക്കുന്നു, നേരം വൈകി ഉണരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. സമസ്തയുടെ ആലിമീങ്ങള്, ശംസുൽ ഉലമ, കണ്ണിയത്തോറ്, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, മഹാനവറുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? അഥവാ സംശുദ്ധമായ ഒരു ജീവിതമാണ്. ആ ജീവിതം നമുക്ക് കൈമോശം വരാൻ പാടില്ല. പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖറഅ സൂറത്തൽ വാഖിഅ കുല്ല ലൈല ലം തുസ്ബിഹു ഫാഖത്തുൻ അബദ. എല്ലാ രാത്രിയിലും അൽ വാഖിഅ ഓതിയാൽ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സൂറത്തു യാസീൻ ലിമാ ഖുരിഅത്ത്, എന്തിനോതുന്നോ സൂറ യാസീൻ അതിനുള്ളതാണ്. രോഗം മാറാനാണോ, കുട്ടികൾ പഠിക്കാനാണോ, കടം വീടാനാണോ, വീടിന്റെ പണിയാണോ, ഒരു വിസയാണോ, കച്ചവടമാണോ, ജോലിയാണോ, പഠനമാണോ, പരീക്ഷയാണോ, കുടുംബത്തിൽ ഐക്യമാണോ, എന്താണോ ഒരാളുടെ ഉദ്ദേശ്യം അതിനുള്ളതാണെന്ന് ഷഫീഉൽ വറാ ത്വാഹാ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ വീട്ടില് നമ്മൾ അതിലെ ഈ കുന്ത്രാണ്ടല്ല, ഇത് നമ്മുടെ സ്വർഗമാണ് നരകവുമാണ്. ഇത് നമ്മുടെ സ്വർഗവുമാണ് നരകവുമാണ്. ഇത് നമ്മൾ പരമാവധി ഇടത് കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബോധപൂർവം എടുക്കും, അല്ലെങ്കിൽ എന്താവും, യാന്ത്രികമായിട്ട് എടുക്കും, വെറുതെ ഇങ്ങനെ തോണ്ടിക്കളിക്കും. നമ്മുടെ ലൈഫാണ് ഇങ്ങനെ തള്ളി മാറ്റുന്നത്. കൊറോണ കഴിഞ്ഞപ്പോൾ മക്കള് ഒക്കെ വീട്ടിലുള്ള ഒച്ചപ്പാടൊക്കെ നിന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കുട്ടികൾ നന്നായി എന്നല്ല, നമ്മുടെ ഉമ്മമാര് മോശമായി എന്നാണ്, ഉപ്പമാര് താഴോട്ട് പോയി എന്നാണ്. എല്ലാവരും അല്ല പറഞ്ഞത്. ഈ പറഞ്ഞത് എൻ്റെ നാട്ടിലേക്ക് കൊറിയറായിട്ട് വിട്ടാൽ മതി, ഞാൻ ഈ നടമ്മലത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളെ മക്കളെ എന്താക്കരുത്, നമ്മുടെ മക്കളെ മറന്നുകൊണ്ട് ഒരു കളി ഉണ്ടാവരുത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ അഥവാ മക്കൾ ഖുർറത്തു ഐനാവണമെങ്കിൽ നമ്മൾ എന്താവണം, മുത്തഖീങ്ങൾക്ക് ഇമാമാവണം. കൺകുളിർമയുള്ള മക്കൾ കണ്ണിലെ കരടാവാൻ പാടില്ല.
അസറ്റാവേണ്ട മക്കള് അസത്താവാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മൾ ഇമാമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിന്ന് ഒരു യാസീനെങ്കിലും ഓതിയിട്ട് എല്ലാവരെയും മുമ്പിൽ ഒരുമിച്ചിരുത്തിയിട്ട് ഒന്ന് ഒരുമിച്ചിരുന്നത് ദുആ ചെയ്യാൻ, ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ചിരുന്നത് കലിതമാശകൾ പറയാൻ, ഭാര്യയെ കേൾക്കാൻ, ഭർത്താവിനെ കേൾക്കാൻ, മക്കളെ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. അവരെയൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിലേ നമുക്ക് ആവശ്യമുള്ള കാലത്ത് അവർ പറയും ഞങ്ങൾക്ക് ആവശ്യമുള്ള കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ മക്കളോ കുടുംബമോ നമുക്ക് അന്യമാവാൻ പാടില്ല. ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള മാർഗമാണ് നമ്മൾ മഹാന്മാരിലേക്ക് വരിക, സമസ്തയുടെ ആലിമീങ്ങളിലേക്ക് വരിക. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ഇത് അഹ്ലുസുന്നയുടെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, പ്രകാശിക്കുന്ന മുഖമെന്ന്. അഥവാ മഹാനായ പാറന്നൂർ ഉസ്താദ് വഫാത്തിന്റെ തൊട്ട ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ആയത്ത് ധാരാളമായിട്ട് ഓതുന്നതാണ്. ഞാൻ പറയുന്നത് സമസ്തയുടെ വഴി, അഹ്ലുസുന്നയുടെ വഴി, അതാണ് യഥാർത്ഥ വഴി, അതാണ് ഒരേ ഒരു വഴി. പല സമയങ്ങളിൽ സ്റ്റാറ്റസ് ആയിട്ടും റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഓഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള പല മെസ്സേജുകളും സ്ത്രീകൾ പോലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരിക്കലും നമുക്ക് ഇടറാതെ പതറാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അതേ മഹാന്മാര് കാണിച്ചു തന്ന, ഞാൻ പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ അന്ത്യനിമിഷം, ചെറുശ്ശേരി ഉസ്താദിന്റെ അന്ത്യനിമിഷം, മഹാനായ ബാഫകിത്തങ്ങളുടെ അന്ത്യനിമിഷം. അവസാനം പോകുമ്പോ ഷറഫല്ലന മൗലിദും മങ്കൂസ് മൗലിദും ഓതിയിട്ടാണ് മഹാനായ ബാഫകിത്തങ്ങൾ മക്കത്ത് പോയത് നമുക്കറിയാം. ലക്ഷക്കണക്കായ ഹാജിമാര് മത്താഫിൽ ഒരുമിച്ച് കൂടിയ സമയത്താണ്, കൊണ്ടുപോയ ഗുളിക തീരുന്ന ദിവസമാണ് മഹാനവറുകൾ വഫാത്താവുന്നത്. ഒരുപാട് ആളുകൾ അവിടുന്ന് മയ്യിത്ത് നിസ്കരിക്കുകയാണ്. ഖദീജ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ തരമില്ല. ഇതൊക്കെയും അള്ളാഹുവിന്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച, നെഞ്ചോട് ചേർത്ത് വെച്ച ഒരാളെയും അള്ളാഹു വെറുതെയാക്കിയില്ല. അള്ളാഹുവേ, ഒരു സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിച്ച് സുന്നികളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ഹബീബിന്റെ ചാരത്ത് ഒത്തുചേരാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ മക്കളെ കാക്കണേ റഹ്മാനെ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സഹോദരന്റെ സഹോദരിയുടെ മകളെ പിഴപ്പിക്കുന്നവരിൽ ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് പങ്കുണ്ടാവരുതേ റഹ്മാനെ. ഏതെങ്കിലും തലതെറിച്ച ആൺകുട്ടികളുടെ കയ്യിലെ ഉപകരണമായിട്ട് ഞങ്ങളുടെ പൊന്നുമക്കള് പെൺകുട്ടികൾ മാറിപ്പോവരുതേ റഹ്മാനെ. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മക്കൾക്ക് നിന്റെ ഹിഫ്ളും ഹിമായത്തും ഉണ്ടാവണേ റഹ്മാനെ. മഹാന്മാരുടെ കാവലുണ്ടാവണേ റഹ്മാനെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ കാവലുണ്ടാവണേ റഹ്മാനെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിക്കുന്നത് എൻ്റെ വായിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ജല്ല ജലാലായ റബ്ബിന്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട്. എന്നാൽ മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ എൻ്റെ ഭാര്യ സാക്ഷിയാണ്. യാസീൻ നേർച്ചയാക്കി ഓതിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരു മാസത്തിൻ്റെ ഇടയിലുള്ള ഇന്നത്തെ രണ്ടാമത്തെ പരിപാടിയാണ്. കാരണം അത്രമേൽ പ്രയാസത്തിലായിരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, രോഗങ്ങളും, ശാരീരിക, മാനസിക, സാമ്പത്തിക, വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, കഷ്ടപ്പാടുകളും, ദുരിതങ്ങളും, ദുരന്തങ്ങളും, അതുപോലെ തന്നെ സങ്കടങ്ങള്, യാതനകള്, വേദനകള്, ആവലാദികള്, വേവലാദികള് എല്ലാം അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.